പിതൃക്കളെ പൂർണ്ണമായിട്ടും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പിതൃക്കളുടെ ഒരു ബ്ലെസ്സിങ്സും പിതൃക്കളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഒരു എനർജിയും പ്രൊവോക്ക് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ എനർജിയെ റെസ്പെക്റ്റ് ചെയ്യുക, എനർജിയെ റിക്വസ്റ്റ് ചെയ്യുക, എനർജിയെ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ മരണത്തിന് ശേഷം എവിടെ പോകുന്നു, എത്ര തലങ്ങളുണ്ട്, ഈ 14 ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ 7 ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. എന്തുകൊണ്ട് ആ പനമരം മുറിക്കാൻ പറ്റുന്നില്ല? ആ മരം മുറിക്കണ്ടെന്ന് പറഞ്ഞാൽ മുറിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ 21 നൂറ്റാണ്ടാണെങ്കിലും 22 ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പണി തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യം ക്ലിയറാണ്. സ്വന്തമായിട്ട് ഓറ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒറ്റ വഴിയെന്ന് പറയുന്നത്. പുള്ളി കിടന്നിറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് എഴുന്നേറ്റപ്പോൾ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നു. നോക്കുമ്പോൾ എൻ്റെ അപ്പുറത്തെ ഫ്ലോറിൽ എൻ്റെ അമ്മമ്മയും അപ്പനോ എല്ലാവരും അവിടെയുള്ള എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുക, എൻ്റെ പേര് വിളിച്ച് ഓടുന്ന ഞാൻ കാണുന്നുണ്ട്. ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും എല്ലാം വളരെ കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് വർഷത്തേക്ക്, കുറച്ച് മാസങ്ങളിലേക്ക് വേണ്ടി മാത്രം നമ്മളിലേക്ക് വരും. നമ്മൾ ഒറ്റയ്ക്ക് വന്നു തിരിച്ചൊറ്റയ്ക്ക് പോകുന്നു അല്ലേ? വടയക്ഷി നമ്മൾ ഒരുപാട് സിനിമകളിൽ കേൾക്കുന്നതാണ്. അന്ന് മറ്റേ സ്കൂൾ ടൈം ഒക്കെ ആണെങ്കിലും കളിയാക്കാൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണത്. ശരിക്കും ഒരു എനർജി സോഴ്സ് അല്ലേ? തീർച്ചയായിട്ടും അതൊരു എനർജി സോഴ്സ് തന്നെയാണെന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ്? കാരണം എന്താ അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ എനർജി സോഴ്സ് എന്ന് പറയാനുള്ള കാരണം? എന്തെങ്കിലും മരങ്ങളിൽ എന്തെങ്കിലും സോഴ്സ് കണ്ടെത്തിയുള്ള ഉണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? ഇപ്പോൾ നമ്മളൊക്കെ ഈ പൂർവികരായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കറിയാം, അവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന കുറേ അധികം മരങ്ങൾ ഉണ്ടാവും. നമ്മൾ പുതിയതായിട്ട് വാങ്ങി പോകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ അവിടെ ആ സ്ഥലങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയെന്ന് പറയുന്നത് ഈ പാരമ്പര്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ നട്ട മരങ്ങളായിരിക്കും, വലിയ മരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ തറവാട്ടിലാണെങ്കിൽ ഇതേപോലൊരു മരം ഉണ്ടായിരുന്നു, വലിയൊരു പുളി എന്ന് വെച്ചാൽ നമുക്ക് ഒരു 3-4 പേര് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള വലിയ പുളി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുതിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പുതിയ തറവാട് മാറ്റി പുതിയൊരു വീട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ മരം മുറിക്കേണ്ട ഒരു സാഹചര്യം വന്നു. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്തരം മരങ്ങൾ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിക്കുന്നതിന് മുമ്പ് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം മുറിക്കാൻ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ 21 നൂറ്റാണ്ടായി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു രീതിയിൽ മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് മുറിച്ച ആൾക്ക് വയ്യാണ്ടായി, അയാൾ കിടപ്പിലായി. അതിനുശേഷം കുറേയധികം പ്രശ്നങ്ങൾ വീട്ടിലേക്ക് വന്നു ആ മരം മുറിച്ചതിന് ശേഷം. പിന്നീടാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു ദൈവപ്രശ്നം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു കാര്യം എന്നറിയുന്നത്. അപ്പോഴാണ് അറിയുന്നത് അവിടെ എന്തോ ഒരു എനർജി ഉണ്ടായിരുന്നു. ആ ഒരു എനർജീനെ ഒരു പ്രതിവിധിയും ഇല്ലാണ്ട് ആ ഒരു മരം മുറിച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ് പിന്നീട് ഉണ്ടായത് എന്നുള്ളത്. പിന്നെ കുറേയധികം കാര്യങ്ങൾ ചെയ്തു, അതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒരു മാറ്റം ഉണ്ടായത്. ഈ വളരെ കറക്റ്റാണ്. അതായത് പഴയ പല മരങ്ങളിലും വലിയ രീതിയിലുള്ള എനർജി സോഴ്സസ് ഉണ്ട്. ചില മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷേ പലരും വിശ്വസിക്കാതെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുറിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് വളരെ ഈയിടെ കാലങ്ങളിൽ വളരെ വൈറലായിട്ടുള്ള ഒരു പനയുണ്ടായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം പോകുന്ന ഭാഗത്ത് നമ്മുടെ ഹൈവേയുടെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ, എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ, കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, എക്സാക്ട് പ്ലേസ് എനിക്കറിയില്ല, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ കിട്ടും. അത് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ എന്തോ ആയിരുന്നു, ആ റോഡ് വീതി കൂട്ടുന്ന സമയത്ത് അത് മുറിക്കുക, അതെ അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ മുറിക്കാൻ പലരും ശ്രമിച്ചു, പലരും ഇന്ന് ഇല്ല എന്നും പറയുന്നുണ്ട്. മുറിക്കാൻ അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാർ മരണപ്പെട്ടു പോയെന്നും എന്താ പറയുക, എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ 100% എനിക്കറിയില്ല, പക്ഷേ അതൊരു വളരെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. എന്തുകൊണ്ട് ആ പനമരം മുറിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ആ പനമരത്തിൽ ഏത് എനർജിയാണുള്ളത്? പല മരങ്ങളിലും എനർജി ഉണ്ട്. നമ്മളത് ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അതിന് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം എന്താ പറയുക, ഇപ്പം ദൈവപ്രശ്നം വയ്ക്കുന്നത് പോലെ അതിനൊരു പൂർണ്ണ പ്രശ്നവിധിയാൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മരം മുറിക്കണ്ടെന്ന് പറഞ്ഞാൽ മുറിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ 21 നൂറ്റാണ്ടാണെങ്കിലും 22 ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പണി തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യം ക്ലിയറാണ്. നമ്മൾ അത് വിശ്വസിക്കാതെ, ഇപ്പോൾ എനിക്ക് അത് പേഴ്സണലി ഞാനത് കേട്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നടന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് വിശ്വാസമുള്ളത്. അല്ലെങ്കിൽ പുറത്തൊരാൾ പറയുമ്പോൾ ഞാനും വിചാരിക്കും ഇതൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഫ്ലോർ. ഞാൻ പല മീഡിയംസിലും പോയി ഇൻ്റർവ്യൂസ് എടുക്കുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എനർജി സോഴ്സ് ഉണ്ടോ ഇല്ലയോ അതിലേക്ക് പറയാമോ? എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് തോന്നിയിട്ടുണ്ട്? അത് നമുക്ക് ഒരു ഫീല് തരുന്നതാണ്. അത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്.
ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മൈൻഡ് ഔട്ടായി പോകും. സംസാരിക്കുന്ന കാര്യം തന്നെ മൈൻഡ് ഔട്ടായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും, വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ആവും. അപ്പോൾ പിന്നീട് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ആലോചിക്കുന്നത് എന്താ അങ്ങോട്ട് പോയത്, ഞാൻ എന്തിനാ അത് ശ്രദ്ധിച്ചത്, എന്തോ ഒന്നൊരു ആകർഷിക്കുന്ന പോലെ. അപ്പം സ്വന്തമായിട്ട് ഓറ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒറ്റ വഴിയെന്ന് പറയുന്നത്. നമ്മൾ ഒരു എനർജിയും പ്രൊവോക്ക് ചെയ്യുന്നില്ല, നമ്മൾ എല്ലാ എനർജിയെ റെസ്പെക്റ്റ് ചെയ്യുക, എനർജിയെ റിക്വസ്റ്റ് ചെയ്യുക, എനർജിയെ ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ വേറൊരാളെ നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ പോകുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. എനർജി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ ആ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുത്തു. പുള്ളി ബെഡ്റൂമിലെ പ്രേതമെന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. പുള്ളി കിടന്നിറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് എഴുന്നേറ്റപ്പോൾ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നു. കാല് നോക്കിയപ്പോൾ കാല് താഴെയില്ല. അത്യാവശ്യം വൈറലായ വീഡിയോ ആണ്. ബെഡ്റൂമിൽ പ്രേതം ഉണ്ടായിരുന്നു, സാരിയൊക്കെ കൊടുത്തിട്ടാണ്. പിന്നെ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി പറയുന്നത് കള്ളം അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം പുള്ളിയുടെ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് കേസ് തെളിയിക്കാൻ വേണ്ടി ഈ സോഴ്സസിനെ പുള്ളി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം പുള്ളിക്ക് ഒരു തൊരിയാ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് എനർജി സോഴ്സ് കാണാൻ പറ്റും. സാധാരണ രീതിയിൽ നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എക്സാമ്പിളുകൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു. അതിനകത്ത് ഒരു എക്സാമ്പിളാണ് നീ ഇന്നും കൂടെ ഉള്ളൂ, നാളെ നീ മരിക്കും എന്ന് പറയുന്നു. പുള്ളി അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ട് നേരത്തെ ആരോ പറഞ്ഞിട്ടാണ് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് രാത്രി പൗഡറൊക്കെ ഇട്ട് പുള്ളി കിടന്നുറങ്ങി. അതായത് എന്തായാലും ഹാപ്പിയായിട്ട് മരിക്കാം എന്നുള്ള രീതിയിലാണ് പുള്ളി കിടക്കുന്നത്. പക്ഷേ രാവിലെ എഴുന്നേറ്റം കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസം അതിനെന്തോ 2 ദിവസമോ 3 ദിവസമോ ശേഷമോ അങ്ങനെന്തോ ആണ് പുള്ളി വീണ്ടും ഈ ഒരു പ്രസൻസ് കാണുന്നത്. പുള്ളിയുടെ ബെഡ്റൂമിലാണ്. അപ്പോൾ എനർജി സോഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. പല രീതിയിൽ പല ആൾക്കാർ പല ഭാഗങ്ങളിൽ കാണുന്നു. പക്ഷേ നമ്മളൊന്നിനെയും പ്രൊവോക്ക് ചെയ്യാതെ അവരുടെ വഴിക്ക് പോകും. അവർ വന്ന് എന്തിനാണോ വരുന്നത് ആ വഴിയിലേക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവർ പോകും. നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും, നമ്മൾ മുന്നോട്ട് പോകാം, മറ്റൊരാളിനെ ഡിസ്റ്റർബ് ചെയ്യാതെ, അല്ലേ? ഈ എനർജി തന്നെ എനിക്ക് ചെറുതിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ആരോടും. അത് എന്താ, എൻ്റെ അമ്മമ്മയും അച്ഛനാണെങ്കിലും ഞങ്ങൾ എപ്പോഴും ക്ഷേത്ര ദർശനങ്ങൾ കൊണ്ടുപോകുന്നൊരു ടൈം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും സ്കൂളുകൾ അടച്ചതിന് ശേഷം ആ 2 മാസം പീരീഡിൽ ഈ പഴനിയൊക്കെ സന്ദർശിക്കാനൊക്കെ ഇങ്ങനെ എല്ലാ വർഷങ്ങളും കൊണ്ടുപോകുന്ന സമയമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. എന്തായാലും നല്ല ചെറുതാണ്. ആ സമയത്ത് ഇങ്ങനെ പോയി നമ്മൾ ക്ഷേത്ര ദർശനത്തിൻ്റെ 3-4 ദിവസം എടുക്കുമ്പോൾ സ്റ്റേ ചെയ്യുമല്ലോ. തമിഴ്നാട് തന്നെയായിരുന്നു. സ്റ്റേ ചെയ്യുന്ന സമയത്ത് 3 ബിൽഡിംഗ് ഉണ്ട്. അതിലൊരു ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു, കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ അടുത്ത ബിൽഡിങ്ങിൽ ഒരു ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഇതില്ലേ ബാൽക്കണി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തോട്ട് അതാണ് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഞാൻ അവിടെ പോയി അവിടെ പോയി നിന്നിട്ട് തട്ടി. അപ്പോഴാണ് ഞാൻ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പുറത്തെ ഫ്ലോറിൽ എൻ്റെ അമ്മമ്മയും അപ്പനോ എല്ലാവരും അവിടെയുള്ള എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുക, എൻ്റെ പേര് വിളിച്ച് ഓടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഞാൻ വളരെ ചെറുതാണ്, എനിക്ക് ആ ലോക്ക് തുറക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ ചെറിയ കുട്ടിയാണ്. ഞാൻ എങ്ങനെ ആ ഒരു സെക്കൻഡ് അടുത്ത ബിൽഡിങ്ങിലേക്ക് വന്നു, ഞാൻ എങ്ങനെ ആ ഒരു ഫ്ലോറിൽ അവിടെ എത്തിയപ്പോൾ എനിക്ക് എന്തിനാണ് ബോധം വന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് പരലോക നിയമങ്ങൾ എന്നുള്ള ബുക്കുണ്ട്. നമ്മുടെ വളരെ വളരെ ഫേമസ് ആണ്. ആ ബുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് മരണത്തിന് ശേഷം എന്ത് എന്നുള്ളതാണ്. മരണത്തിന് ശേഷം എവിടെ പോകുന്നു, എത്ര തലങ്ങളുണ്ട്, ഈ 14 ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ 7 ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അതിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏത് തലങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്, ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഏത് തലത്തിലെത്താൻ പറ്റുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിളാണ്, ചില കുട്ടികൾ ഡോറ് തുറന്നു പോകും. ആ കുട്ടിക്ക് ഡോറ് തുറക്കാനുള്ള ശക്തി ചിലപ്പം നോർമലി ഉണ്ടാവില്ല. അപ്പോൾ വേറൊരു എനർജിയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു, കണ്ണടച്ച് നേരെ പോകുന്നു, ഡോറ് തുറക്കുന്നു, പുറത്തിറങ്ങി പോകുന്നു, എത്രയോ സംഭവങ്ങളില്ലേ. അപ്പോൾ എനർജി ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ കഴിവതും നമ്മുടെ ഓറ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മൾ ആരെയും പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. പക്ഷെ എനിക്ക് അതിൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുപോലെ തോന്നി. മേ ബി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ഗ്രൗണ്ട് ഫ്ലോർ ആ ബിൽഡിംഗിൽ നിന്ന് താഴത്തേക്ക് വീഴാന്നുള്ളത് എനർജി പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ ഒരു സമയത്തിപ്പോൾ എന്നെ തിരിച്ച് ബോധതലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. അതിനുശേഷം അത് നമുക്ക് പരിചയമില്ലാത്തൊരു ബിൽഡിംഗ് കൂടെയാണ്. അവിടെ കുറേ അധികം ആൾക്കാരുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഫ്ലോറിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. കുറേ അധികം തമിഴ്നാടാണ്. ഈ ലിക്വറൊക്കെ എടുത്ത ആൾക്കാർ റൂമുകളിലേക്ക് പോകുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്.
അവിടെ തന്നെ കൃത്യമായിട്ട് എനിക്ക് ബോധതലത്തിലേക്ക് വന്നു. ആ ചെറിയ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകും. അതിനിടെ പിതൃക്കൾ അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം പിതൃക്കൾ ആണ് ഏറ്റവും വലിയ എനർജി സോഴ്സ്. പിതൃക്കളെ പൂർണ്ണമായിട്ടും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പിതൃക്കളുടെ ഒരു ബ്ലെസ്സിങ്സും പിതൃക്കളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഈ ഉറങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ പരലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നല്ലേ പറയുന്നത്. പരലോകത്തു നിന്ന് നമ്മളെ ഇങ്ങോട്ടൊരു ജനനം എടുത്ത് വിടുന്ന സമയത്ത് അന്ന് മുതൽ നമ്മൾ പൂർണ്ണമായിട്ട് അവരുടെ ഗൈഡൻസിലാണ്. നിങ്ങൾ പല സ്പിരിറ്റ് ഓഫ് ലോസ് ഓഫ് സ്പിരിറ്റ് പലതും വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളാണ്. പാരാസൈക്കോളജിസ്റ്റോട് സംസാരിക്കുമ്പോഴും എനിക്കങ്ങനെ ഒരുപാട് പേര്, ഈ മധു ബാലകൃഷ്ണ വാര്യർ, പുള്ളിയോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. പലരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ജനനമെടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനും ശേഷിച്ച കർമ്മങ്ങളെ നമ്മളിവിടെ അനുഭവിച്ച് തീർക്കാനുമാണ്. ഭൂമി എന്ന് പറയുന്നത് വളരെ ഒരു വെക്കേഷന് വേണ്ടി വരുന്ന ഷോർട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മുടെ ശരിക്കും സ്ഥലം പരലോകമാണ്. അപ്പോൾ ജനനമെടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ അന്ന് മുതൽ അവരുടെ ഗൈഡൻസിലായി എല്ലാ ദിവസവും രാത്രി നമ്മൾ പരലോകമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട്, നമ്മളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ഒരാളുമായിട്ടും ഒരു കണക്ഷനും ഇല്ല. ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും എല്ലാം വളരെ കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് വർഷത്തേക്ക്, കുറച്ച് മാസങ്ങളിലേക്ക് വേണ്ടി മാത്രം നമ്മളിലേക്ക് വരും. നമ്മൾ ഒറ്റയ്ക്ക് വന്നു, തിരിച്ചൊറ്റയ്ക്ക് പോകുന്നു അല്ലേ? അപ്പോൾ പൂർണ്ണമായിട്ടും പരലോകത്തിൻ്റെ ഗൈഡൻസിൽ കൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ പിതൃതലം കഴിഞ്ഞിട്ടല്ലേ ദൈവതലം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പിതൃക്കളുടെ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ, ചില വീടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവിടെ പിതൃക്കളുടെ ശക്തി ഭയങ്കര പവറായിരിക്കും. ഒരു കള്ളനകത്ത് വരാൻ പറ്റില്ല. വന്നാൽ നല്ല പണി കിട്ടും, എനർജി തിരിച്ചടിക്കും. ചില വീടുകളിൽ 2, 3, 4 തലമുറയുള്ള പിതൃക്കളുടെ പ്രസൻസ് ഉണ്ടാവും. കാരണം വീട്ടുകാരങ്ങനെ അതിനെ അതുപോലെ നിർത്തും. ചിലർ വരുത്തുപോക്കെന്നൊക്കെ പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യാതെ അതിനെക്കൊണ്ട് പൂർണ്ണമായിട്ടും ഏതെങ്കിലും അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യാറുണ്ട്. സായൂജ്യ പൂജ, മുസ്ലിംസ് ആണെങ്കിൽ മൗലിക് എന്നോ അങ്ങനെ പല പല സംഭവങ്ങളും ചെയ്യാറുണ്ട്. ക്രിസ്ത്യൻസ് വെഞ്ചരിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം നല്ലതിനാണ്. പിതൃക്കളാണെങ്കിൽ പിതൃക്കളുടെ ശക്തി നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ, അയ്യോ നമുക്കറിയാനുള്ള സെയിം ഫിഗർ അല്ലേ ആ വീട്ടിൽ, നമ്മളെവിടെയോ കണ്ടു മറന്നൊരു മുഖം അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ പറയും, ഇദ്ദേഹത്തിന് അപ്പൂപ്പൻ്റെ ചായയുണ്ട്, അമ്മൂമ്മയുടെ ചായയുണ്ട്, എന്നെ കണ്ടാൽ മാമനെ പോലെ ഇരിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ പുള്ളി മരിച്ചതിന് ശേഷം വീണ്ടും റീബർത്ത് എടുത്തതാണെങ്കിലോ അത് നമുക്കറിയില്ല. റീബർത്ത് എന്നുള്ള കോൺസെപ്റ്റ് എന്തായാലും ഉണ്ട് അല്ലേ? ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം ചെയ്ത ബേസ്ഡ് ഓൺ ദി കർമ്മ വീണ്ടും റീബർത്ത് ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന പോലെ ഒരു മരത്തിൽ നിന്ന് ആ ഇല പൊഴിഞ്ഞ് തിരിച്ച് ആ മരത്തിലേക്ക് ചേർന്ന് വീണ്ടും ആ ഇലകളായിട്ട് വീണ്ടും പുനർജനിക്കുകയാണ് ചെയ്യുന്നത്.